കേരളത്തിൽ UDFന് കരുത്തു നൽകുന്ന നിരവധി ഘടകകക്ഷികളുണ്ട്. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന RSP. NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണുമൊക്കെ കരുത്തു തെളിയിക്കുന്ന നേതൃത്വം നൽകുന്ന RSP. ഈ RSPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ഇടമാണ് ചവറ നിയമസഭാ മണ്ഡലം. പാർട്ടിക്കുള്ളിലെ ചില പടലപ്പിണക്കങ്ങൾ കാരണം ഷിബു ബേബി ജോണും അതുപോലെ തന്നെ NK പ്രേമചന്ദ്രനും രണ്ട് തട്ടിലായിരുന്നു. NK പ്രേമചന്ദ്രൻ ഇടതുപക്ഷ പാളയത്തിലേക്ക് ഒന്ന് ചെറുതായി ചാഞ്ചാടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരുവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി UDFനൊപ്പം തന്നെയുണ്ട്. പക്ഷേ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഉണ്ടായിരുന്നിട്ട് പോലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു പോവുകയായിരുന്നു ബേബി ജോണിൻ്റെ തട്ടകമായ മകൻ ഷിബു ബേബി ജോണിൻ്റെ തട്ടകമായ NK പ്രേമചന്ദ്രൻ MP ആയി നിലകൊള്ളുന്ന കൊല്ലം ജില്ലയിലെ ചവറ നിയമസഭാ മണ്ഡലം. പരാജയപ്പെട്ടു പോയതിന് പല കാരണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സ്ഥാനാർത്ഥി ആരായിരിക്കും, അവിടെ ആര് വിജയിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില കണക്കുകളും സാഹചര്യങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായും ഷിബു ബേബി ജോൺ തന്നെയായിരിക്കും ചവറ നിയമസഭാ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോവുക. ബേബി ജോൺ വളർത്തിയെടുത്ത RSPയുടെ കരുത്തുള്ള വേരോട്ടമുള്ള ചവറ നിയമസഭാ മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രനെ പോലും പരാജയപ്പെടുത്തിയിട്ടുള്ള ഷിബു ബേബി ജോൺ, അതായത് നിലവിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കരുത്തനായ MA ബേബിയെ പരാജയപ്പെടുത്തിയ NK പ്രേമചന്ദ്രൻ, ആ NK പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തിയ ഷിബു ബേബി ജോൺ, അങ്ങനെ ശക്തനായ ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തുവാൻ നിലമ്പൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതുപോലെ നിഷ്പ്രയാസം LDF ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ചവറയിൽ കൊണ്ടുവന്ന ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തുന്നു. ആ നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 1996 വരെ ബേബി ജോൺ ആയിരുന്നു അവിടുത്തെ MLA. പിന്നീട് ഷിബു ബേബി ജോൺ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തുന്നു. 2021 RSPK-B എന്ന പാർട്ടിയുടെ ഭാഗമായി ഷിബു ബേബി ജോൺ 2001 മത്സരിക്കുമ്പോൾ അന്ന് 60,689 വോട്ടുകൾ അദ്ദേഹം നേടി. 12,483 വോട്ടിന്റെ ലീഡ് അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതായത് 54% വോട്ട്. അതിന് തൊട്ടു മുമ്പ് 96 ബേബി ജോൺ നേടിയത് 53,730 വോട്ടായിരുന്നു. അതിനേക്കാൾ 3% വോട്ട് വർധനവ് ഷിബു ബേബി ജോണിന് ചവറയിൽ ഉണ്ടാക്കുവാൻ സാധിച്ചു. പിന്നീട് 2006 NK പ്രേമചന്ദ്രൻ RSPയുടെ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു. അദ്ദേഹം 54,026 വോട്ട് നേടുന്നു, ലീഡ് 1786. അപ്പോഴും വലിയ നേട്ടമൊന്നും പ്രേമചന്ദ്രൻ അവിടെ നേടാൻ സാധിച്ചില്ല. 49% വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. അടുത്തത് വീണ്ടും ഷിബു ബേബി ജോൺ ജയിക്കുന്നു. KRSPയുടെ സ്ഥാനാർത്ഥിയായി 65,002 വോട്ടുകൾ നേടുന്നു, 6,061 വോട്ടിന്റെ ലീഡ്, 51% എന്ന രീതിയിൽ ഷിബു ബേബി ജോൺ വീണ്ടും അവിടെ വോട്ട് വർധന ഉണ്ടാകുന്നു. 2016 N വിജയൻപിള്ള ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തുന്നു. CNP-KSയുടെ സ്ഥാനാർത്ഥിയായി 64,666 വോട്ടുകൾ നേടുന്നു, 46% വോട്ട് അദ്ദേഹം നേടുന്നു. അവിടെയും വോട്ട് ശതമാനത്തിൽ കുറവുണ്ടാകുന്നു. പിന്നീട് 2021 ഡോക്ടർ സുജിത് വിജയൻപിള്ളയുടെ മകൻ സ്ഥാനാർത്ഥിയായി വരുന്നു. അവിടെ 63,282 വോട്ടുകൾ നേടുന്നു, 1,109 വോട്ടിന്റെ ലീഡ് അദ്ദേഹം നേടുന്നു, 44.29% വോട്ട് അദ്ദേഹം നേടുന്നു. ഇവിടെ ഷിബു ബേബി ജോൺ മത്സരിക്കുന്ന സമയങ്ങളിലെല്ലാം UDFൽ വോട്ട് വർധന ഉണ്ടാവുകയും സാക്ഷാൽ NK പ്രേമചന്ദ്രനും പിന്നീട് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴെല്ലാം അദ്ദേഹം നേടിയ വോട്ട് ശതമാനത്തിനേക്കാൾ കുറവ് വോട്ട് ശതമാനം മാത്രം നേടി വിജയിക്കുവാനേ അവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഷിബു ബേബി ജോൺ തന്നെയായിരിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ചവറയിൽ എത്താൻ പോകുന്നത്. ഇനി UDF അവിടെ വിജയിക്കുമോ, അല്ല LDFോ NDA ആണോ അവിടെ ശക്തമായ രീതിയിൽ വോട്ട് നേടി വിജയിക്കുവാൻ പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചവറ വർഷങ്ങളായി രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന LDFന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുജിത് വിജയൻപിള്ള യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ, അതായത് UDFന്റെ ഒരു ഘടകകക്ഷിയായ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന RSPയുടെ ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തുമ്പോൾ മുൻ LDF MLA പരേതനായ N വിജയൻപിള്ളയുടെ മകനായ സുജിത്തിനെ പിതാവിന്റെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ വിജയിപ്പിക്കുവാൻ സാധിച്ചു LDF എന്നുള്ളതാണ് മറ്റൊരു തലത്തിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. 2021 തെരഞ്ഞെടുപ്പിൽ LDF സംസ്ഥാന വ്യാപകമായി ഒരു പ്രധാന വിജയം നേടി, അതായത് 45.43% വോട്ട് സംസ്ഥാന തലത്തിൽ നേടി. 140 സീറ്റുകളുള്ള നിയമസഭാ മണ്ഡലത്തിൽ 99 സീറ്റ് LDF നേടി. 39.47% വോട്ടിന്റെ വിഹിതത്തോടെ UDF ആകട്ടെ 41 സീറ്റുകൾ മാത്രമേ നേടിയുള്ളൂ. അതേസമയം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന NDA ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ 12.41% വോട്ട് വീതം നേടി.
അങ്ങനെ തന്നെ നിന്നു. എന്നാൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വികാരത്തിൽ ഒരു മാറ്റം ഉണ്ടായി എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 20-ൽ 19 സീറ്റുകൾ 2019 തെരഞ്ഞെടുപ്പിൽ UDF നേടാൻ സാധിച്ചെങ്കിൽ അത് 24 ആയപ്പോൾ ഒന്ന് കുറഞ്ഞ് 18 NDA കേരളത്തിൽ ആദ്യമായി സീറ്റ് നേടി. UDF കുത്തക മണ്ഡലം. LDF ഒരു സീറ്റ് മാത്രമായി കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒതുങ്ങിക്കൂടി. LDFനെതിരെ വർദ്ധിച്ചു വരുന്ന ഭരണവിരുദ്ധ തരംഗം വോട്ടർമാർക്കിടയിൽ NDAയോടുള്ള വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയും ഈ ഫലം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയെ നിരവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. LDFനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് അതിൽ ഏറ്റവും പ്രധാനം. പൗരത്വ ഭേദഗതി നിയമം എന്ന CAA പോലെയുള്ള വിഷയങ്ങളിലും അന്താരാഷ്ട്ര കാര്യങ്ങളിലും LDF ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചില വോട്ടർ വിഭാഗങ്ങളെ അകറ്റിയിരിക്കാം. ഇത് അവരുടെ പരമ്പരാഗത വോട്ടിൽ വലിയ ഇടിവിലേക്ക് അത് നയിച്ചിട്ടുണ്ട്. ഇനി NDAയുടെ ഉയർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. വികസനത്തിനും ഭരണമാതൃകകൾക്കും NDA നൽകുന്ന ഊന്നൽ വോട്ടർമാരിൽ പ്രതിധ്വനിയാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2024 തെരഞ്ഞെടുപ്പിൽ അവരുടെ വർദ്ധിച്ച വോട്ട് വിഹിതത്തിൽ നിന്നും സീറ്റ് സമ്പാദനത്തിൽ നിന്നും ഇത് വ്യക്തമാണ് എന്നുള്ളതും പ്രധാനമാണ്. UDFന്റെ പുനരുജ്ജീവനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. LDFന്റെ പോരായ്മകൾ UDF മുതലെടുക്കുന്നു. നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കുകയും വിശാലമായ രീതിയിൽ ജനതയെ ആകർഷിക്കുവാനും UDFന് സാധിക്കുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നേടിയ വിജയം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ കണക്കിലെടുക്കുമ്പോൾ LDF ഭരണവിരുദ്ധ വികാരവും ആന്തരിക ചലനാത്മകതയും കാരണം ഒരു വെല്ലുവിളി നേരിടുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്. ചവറയിലെ അവരുടെ വിജയം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനെയും പ്രാദേശിക പ്രശ്നങ്ങൾ ഫലപ്രദമായി അഭിസംബോധന ചെയ്യുന്നതിനെയും ആശ്രയിച്ചായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘടകം. UDFിലേക്ക് വരുമ്പോൾ സംസ്ഥാന വ്യാപകമായൊരു ഉയർത്തെഴുന്നേൽപ്പോടെ ചവറയിൽ UDFന് ശക്തമായ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്കാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ശക്തരും സുപരിചിതരുമായ നേതാക്കന്മാരെ നിർത്തി സമീപകാല വിജയങ്ങളിൽ നിന്നുള്ള ആക്കം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാകും. മറ്റൊന്ന് NDA ആണ്. NDA കേരളത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിലും ചവറയിലെ അവരുടെ സ്വാധീനം പരിമിതമാണ്. ഒരു പ്രധാന മുന്നേറ്റത്തിന് തന്ത്രപരമായ പ്രചാരണവും നിയോജക മണ്ഡലാധിഷ്ഠിതമായ ആശങ്കകൾ പരിഹരിച്ചാൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. പക്ഷെ വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ളത് പറയാൻ കഴിയില്ല. ചവറ മണ്ഡലം ഒരു മത്സരാധിഷ്ഠിത തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. UDFനാണ് മുൻതൂക്കം എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ LDFന്റെ പ്രകടനം വോട്ടർമാരുമായി വീണ്ടും ബന്ധപ്പെടാനും ഒരു ഏകീകൃത മുന്നണി അവതരിപ്പിക്കുവാനുമുള്ള കഴിവിനെ ആശ്രയിച്ചായിരിക്കും ആ വിജയവും പരാജയവും. NDAയിലേക്ക് പ്രാമുഖ്യം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൽ ഗണ്യമായ ഒരു സ്ഥാനം സ്ഥാപിക്കാൻ അവർക്ക് കൂടുതൽ സമയവും പരിശ്രമവും ആവശ്യമായി വരും എന്നുള്ളതാണ് NDAയെ സംബന്ധിച്ചുള്ള സത്യം. അതായത് ചവറയുടെ രാഷ്ട്രീയ പോരാട്ടം അവസാനിക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ മുൻതൂക്കമുള്ളത് UDFന് തന്നെയാണ്. അവിടെ RSPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷിബു ബേബി ജോൺ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെ മത്സരിക്കുക. അങ്ങനെ മത്സരിച്ചാൽ അദ്ദേഹം തന്നെ വിജയിക്കുവാനാണ് സാധ്യത ഏറെ.